ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഇന്ന് ഹിമാലയാസ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ നോർത്തേൺ മൗണ്ടൻ റേഞ്ചിൽ ട്രാൻസ് ഹിമാലയ കംപ്ലീറ്റ് ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ഹിമാലയൻ റേഞ്ച് ആണ് ഇന്ന് പഠിക്കുന്നത്. കൂടെ പൂർവാചലം കൂടി പഠിക്കുന്നതോടുകൂടി മൗണ്ടൻ റീജിയന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും. അപ്പൊ എങ്ങനെയാ ക്ലാസ്സിൽ പോയാലോ? ക്ലാസ്സിൽ കിടക്കാം കേട്ടോ. ആദ്യം ഈ ഹിമാലയാസ് എന്ന് പറയുന്നത് ട്രാൻസ് ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ട്രാൻസ് ഹിമാലയത്തിന്റെ തെക്ക്, അതായത് ട്രാൻസ് ഹിമാലയത്തിന് തൊട്ട് താഴെ ആണ് ഹിമാലയൻ നിരകൾ കാണുന്നത്. ഇനി ഹിമാലയൻ നിരകളിന് 3 പാരലൽ ആയിട്ടുള്ള നിരകളുണ്ട്. ഹിമാലയാസ് എന്ന് പറയുമ്പോൾ 3 പാരലൽ റേഞ്ചസ് കൂടി ചേർന്നിട്ടാണ് ഹിമാലയ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് സമാന്തരമായിട്ടുള്ള 3 നിരകൾ എന്ന് പറയുന്നത്? ഒന്ന് ഹിമാദ്രി, രണ്ടാമത്തത് ഹിമാചൽ, മൂന്നാമത്തത് ശിവാലിക്. ഇങ്ങനെ 3 നിരകൾ കൂടി ചേർന്നിട്ടാണ് ഹിമാലയം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഹിമം എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞ്. ആലയം എന്ന് പറഞ്ഞാൽ മഞ്ഞിന്റെ വീട് പറയാലോ. ആ ഒരു ഇത് അബൌട്ട് ഓഫ് സ്നോ എന്നാണ് ഹിമാലയത്തിന്റെ മീനിങ്. എന്താണ് അബൌട്ട് ഓഫ് സ്നോ? മഞ്ഞിന്റെ ആലയം. അതാണ് ഹിമാലയം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മടക്കുപർവ്വതം ഏതാണ്? ഹിമാലയാണ്. അതുപോലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള മടക്കുപർവ്വതം ഏതാണ്? ഹിമാലയാണ്. മാത്രമല്ല ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം ഹിമാലയം തന്നെയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ലോകത്തിലെ ഉയരം കൂടിയ പർവ്വതം ഏതാണ്? ഹിമാലയം. ലോകത്തിലെ തന്നെ വലിയ മടക്കുപർവ്വതം ഏതാണ്? ഹിമാലയം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം ഹിമാലയാണ്. ഇനി ഹിമാലയം ഉണ്ടായിട്ടുള്ളത് ഏത് ശിലകൾ രൂപാന്തരം സംഭവിച്ചിട്ടാണ്? അവസാദ ശിലകൾ. ഏത് ശിലകളാണ് ഹിമാലയം ഉണ്ടായിട്ടുള്ളത്? ഇനി ഈ ഹിമാലയത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്കറിയാം, മുൻപ് നമ്മുടെ ഭൂമിയൊക്കെ രൂപം കൊണ്ടുവരുന്ന സമയത്ത് 2 കോണ്ടിനെന്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, ഗോണ്ടാന ലാൻഡും ലൗറേഷ്യൻ. അപ്പോ ഈ ഗോണ്ടാന ലാൻഡിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ സബ് കോണ്ടിനെന്റും അതുപോലെ, അതായത് ഇന്ത്യൻ പ്ലേറ്റ് ഉണ്ടല്ലോ, ഗോണ്ടാന ലാൻഡിന്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ പ്ലേറ്റും അതുപോലെ ലൗറേഷ്യൻ എന്ന് പറഞ്ഞ മറ്റൊരു ഭാഗമായിരുന്നു കോണ്ടിനെന്റ്, അതിന്റെ ഭാഗമായിട്ടുള്ള യൂറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ സമയത്ത്, കൺവേർജൻസ് നടന്ന സമയത്ത് അതിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന കടലായിരുന്നു തെറ്റിസ് സീ എന്ന് പറഞ്ഞ, തെറ്റിസ് എന്ന് പറയുന്ന ഒരു കടലുണ്ടായിരുന്നു. അത് ഫോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വലം സംഭവിച്ചിട്ട് രൂപപ്പെട്ടതാണ് ഹിമാലയം എന്നാണ് തിയറിയും. ഒരുപാട് തിയറികളൊക്കെ പഠിച്ചിട്ടില്ലേ? കോണ്ടിനെന്റ്സിന്റെ രൂപീകരണം ഒക്കെ പറഞ്ഞത്. അതിൽ വരുന്നതാണ് ഈ ഹിമാലയത്തിനെ കുറിച്ച് ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞത്. അതായത് നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റ് ഏത് കോണ്ടിനെന്റിലെ? ഗോണ്ടാന ലാൻഡിലെ ഇന്ത്യൻ പ്ലേറ്റും അതുപോലെ ലൗറേഷ്യൻ വൻകരയിലെ യൂറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് അതിന്റെ നടുവിലുണ്ടായിരുന്ന, അതിന്റെ ഇടയിലുണ്ടായിരുന്ന തെറ്റിസ് എന്ന് പറയുന്ന കടല് ഫോൾഡ് ചെയ്തിട്ടാണ് ഹിമാലയം രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫോൾഡഡ് മൗണ്ടെയിൻ ആണ് തന്നെ ഏറ്റവും പർവ്വതം. ഇപ്പോഴും ഹിമാലയം വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. കാരണം പ്ലേറ്റിന്റെ കൺവേർജൻസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായോ? അതുപോലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം, പിന്നെ പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം എന്ന് പറയാൻ കാരണം അത് രൂപാന്തരപ്പെട്ട് ഇപ്പോഴും വളർച്ച ഉണ്ടല്ലോ. അപ്പൊ യങ്സ്റ്റ് ഫോൾഡ് മൗണ്ടെയിൻ. ഇവിടെ എന്താ പറഞ്ഞത്? ഹിമാലയം എന്ന് പറഞ്ഞാൽ എന്താണ്? അബൌട്ട് ഓഫ് സ്നോ, മഞ്ഞിന്റെ ആലയം എന്നാണ് അതിന്റെ മീനിങ്. പിന്നെ വേൾഡ്സ് ലാർജസ്റ്റ് ഫോൾഡ് മൗണ്ടെയിൻ, അതുപോലെ തന്നെ യങ്ങസ്റ്റ് ഫോൾഡ് മൗണ്ടെയിൻ, പിന്നെ എന്താ പറഞ്ഞത്? ഏറ്റവും ഹൈറ്റ് ഉള്ള മൗണ്ടെയിൻ. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഹിമാലയം എന്ന് പറയുന്നത് ആണ് സിന്ധു ബ്രഹ്മപുത്ര നദീ വ്യവസ്ഥകൾക്കിടയിലാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഫോംഡ് ബൈ ദ കൺവേർജൻസ് ഓഫ് ഇന്ത്യൻ പ്ലേറ്റ് ആൻഡ് യൂറേഷ്യൻ പ്ലേറ്റ്. ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും കൂട്ടിമുട്ടിയതിന്റെ ഫലമായിട്ടുണ്ടായതാണ് ഹിമാലയം.
ഇനി ഹിമാലയത്തിനെ നമ്മൾ പറയും വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം എന്താ? കാരണം ഒരുപാട് നദികള് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏഷ്യയിലെ വാട്ടർ ടവർ എന്ന് ഹിമാലയത്തെ പറയുന്നത്. ഇനി ഈ ഹിമാലയം എന്ന് പറയുന്ന പർവ്വതനിര നമ്മളെ, അതായത് ഇന്ത്യയിലെ സമതലങ്ങളെ ടിബറ്റൻ പ്ലേറ്റുവിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു, വേർതിരിക്കുന്നു. നമുക്കറിയാം ഹിമാലയത്തിന്റെ അപ്പുറത്ത് ടിബറ്റൻ പീഠഭൂമിയാണ്. അതിന്റെ താഴെ തെക്ക് വശത്താണ് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. അതായത് ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ഉത്തര മഹാസമതലത്തെ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്നത് അതിന്റെ നടുവിലായിട്ടുള്ള ഹിമാലയൻ നിരകളാണ്. ഓർത്തുവെക്കാം. ഇനി ഹിമാലയത്തിന്റെ നീളം എന്ന് പറയുന്നത്, അതായത് നോർത്ത് വെസ്റ്റ് ടു നോർത്ത് ഈസ്റ്റ് ആണല്ലോ, അതാണല്ലോ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വ്യാപിച്ചു കിടക്കുന്നത്. അപ്പോ അതിന്റെ നീളം 2000 കിലോമീറ്റർ. ടെക്സ്റ്റ് ബുക്കിൽ 2400 മുതൽ അത് മാർക്ക് ചെയ്യണം കേട്ടോ. ഹിമാലയത്തിന്റെ വിട്ട് നോർത്ത് വെസ്റ്റ് ടു ഈസ്റ്റ് വരുമ്പോൾ കുറഞ്ഞു വരികയാണ്. അതായത് കാശ്മീരിന്റെ ഭാഗത്ത് ഏകദേശം 400 കിലോമീറ്റർ ഉണ്ടെങ്കിൽ അരുണാചൽ പ്രദേശ് ഒക്കെ ആകുമ്പോഴേക്കും 150 കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങി വരികയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. ഇനി ഞാനിവിടെ മടക്ക് പർവ്വതങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഈ പ്ലേറ്റ്സ് കൺവേർട്ട് ചെയ്തിട്ട് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെട്ടത്. ഇനി കുറച്ച് ഇതിൽ അഡീഷണൽ ആയിട്ട് ഞാൻ പറയാണ് കുറച്ച് മടക്ക് പർവ്വതങ്ങൾ. അത് എവിടെയൊക്കെ ഏതൊക്കെ കോണ്ടിനെന്റിലാണ് കാണുന്നതെന്നോ ഒന്ന് ജസ്റ്റ് പറയാം, നോട്ട് ചെയ്തോളൂ. ഹിമാലയ ഒരു ഫോൾഡ് മൗണ്ടെയിൻ ആണ്. മടക്ക് പർവ്വതത്തിന് ഇംഗ്ലീഷ് ആണ് ഫോൾഡ് മൗണ്ടെയിൻ. അപ്പൊ ഹിമാലയ എവിടെയാണ് കാണപ്പെടുന്നത്? ഏഷ്യൻ കോണ്ടിനെന്റിലാണ്. ഇനി മറ്റൊന്ന് കാക്കസസ് എന്ന് പറയുന്നത് എവിടെയാണ്? ഏഷ്യയിലും യൂറോപ്പിലും ഉള്ള ഒരു ഫോൾഡ് മൗണ്ടെയിൻ ആണ്. ഏഷ്യ യൂറോപ്പിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഫോൾഡ് മൗണ്ടെയിൻ ആണ് കാക്കസസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അറ്റ്ലസ് ആഫ്രിക്കൻ വൻകരയിലാണ് ഉള്ളത്. ആൽപ്സ് യൂറോപ്പ് വൻകരയിലും. പിന്നെ ആൻഡീസ് എന്ന് പറയുന്നത് എവിടെയാണ്? സൗത്ത് അമേരിക്കയിൽ, അതായത് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് ആൻഡീസ് എന്ന് പറയുന്ന മടക്ക് പർവ്വതം ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ റോക്കീസ് എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഏതൊക്കെ പറഞ്ഞു? റോക്കീസ് എവിടെയാണ്? നോർത്ത് അമേരിക്കയില്. ആൻഡീസ് എവിടെയാണ്? സൗത്ത് അമേരിക്കയില്. ആൽപ്സോ യൂറോപ്പില്. പിന്നെ അറ്റ്ലസ് ആഫ്രിക്ക. ഹിമാലയം ഏഷ്യ. കാക്കസസ് ഏഷ്യ യൂറോപ്പ്. അങ്ങനെയാണ് വരുന്നത്. ഇനി ഹിമാലയത്തിന്റെ വിസ്തൃതി എത്രയാണ്? വിസ്തൃതി എന്ന് പറഞ്ഞാൽ 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. എത്രയാണ്? 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം ഈ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ഒരുപാട് സ്റ്റേറ്റ് കൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. മൗണ്ടൻ റേഞ്ചസ് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? ഞാൻ പറയില്ല, നിങ്ങൾ തന്നെ പറയണം കേട്ടോ. ഇനി ഈ ഹിമാലയത്തിലെ ഏറ്റവും വലിയ കൊടുമുടിനെ കുറിച്ച് നമുക്ക് പറയാം. ഹിമാലയത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ്. ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ് ഹിമാലയത്തിലെ ഏറ്റവും വലിയ കൊടുമുടി. ടെൻസിംഗ് നോർഗയും എന്ത് ചെയ്തിട്ടുണ്ട്? മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ കണക്കാണ്. അതായത് 1953 മെയ് 29 എഡ്മണ്ട് ഹിലാരിയും അതുപോലെ ടെൻസിംഗ് നോർഗെ, നേപ്പാളിലെ ഒരു ഷെർപ്പയായിരുന്നു. ഈ പർവ്വതാരോഹരുടെ ഒക്കെ സഹായിക്കുന്ന ഒരു ഷെർപ്പ. ആ ഷെർപ്പ വിഭാഗത്തിൽപ്പെട്ട നോർഗയും തമ്മിൽ കൂടിയിട്ട് അതായത് മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ട്. എന്ന് 1953 മെയ് 29 കീഴടക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ? ബേസിക് ഫാക്റ്റ് ആണ് കേട്ടോ. ഇനി ഹിമാലയൻ നിരകളിൽ മ്യാൻമറിലേക്ക് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഇന്ത്യയിലെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ മ്യാൻമറിലേക്കുള്ള ഹിമാലയത്തിന്റെ എക്സ്റ്റൻഷന്റെ പേരെന്താണ്? ആ നിരകളുടെ പേരെന്താണ്? അരക്കൻയോമ. എന്താണ്? അരക്കൻയോമ. മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു 3 സമാന്തരമായിട്ടുള്ള നിരകൾ. ആദ്യത്തെ നിരയാണ് ഹിമാദ്രി. ഏതാണ്? ഹിമാദ്രി.
ഇനി ഹിമാദ്രിന്റെ മറ്റൊരു പേരാണ് ഗ്രേറ്റർ ഹിമാലയ അല്ലെങ്കിൽ ഇന്നർ ഹിമാലയ. എന്താ പേര്? ഗ്രേറ്റർ ഹിമാലയ അല്ലെങ്കിൽ ഇന്നർ ഹിമാലയ. ഇതാണ് ഈ 3 റേഞ്ചസ്, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഇതിലെ ഏറ്റവും ഉയരത്തിലുള്ള മൗണ്ടൻ റേഞ്ച് ആണ് ഹിമാദ്രി എന്ന് പറയുന്നത്. ഹൈറ്റ് 6000 മീറ്റർ ആണ്. എത്രയാണ്? ആവറേജ് ഹൈറ്റ് 6000 മീറ്റർ ആണ്. ബാക്ക് ബോൺ ഓഫ് ഹിമാലയ എന്നാണ് ഹിമാദ്രി അറിയപ്പെടുന്നത്. അതായത് ഹിമാലയത്തിന്റെ നട്ടെല്ല്. മലയാളത്തിൽ ഒരു ചോദ്യം വരികയാണ്, ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ അത് ശരിയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലൊക്കെ സിമ്പിൾ ആയിട്ടാണെങ്കിൽ പോലും അത് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. ചിലപ്പോൾ പറയും 1, 2 ശരി, 2, 3 ശരി, ഇവയൊന്നും ശരിയല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഫാക്ട് നന്നായിട്ട് പഠിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഹിമാദ്രിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഹിമാദ്രിയാണ് ഏറ്റവും ആദ്യത്തിലുള്ള ഹിമാലയത്തിന്റെ ഫസ്റ്റ് ഏറ്റവും നോർത്തുള്ള റേഞ്ച് എന്ന് പറയുന്നത് ഹിമാദ്രിയാണ്. ഹിമാദ്രിയുടെ മറ്റൊരു പേരെന്താണ്? ഗ്രേറ്റർ ഹിമാലയ അഥവാ ഇന്നർ ഹിമാലയ എന്ന് പറയുന്നു. പിന്നീട് എന്താ പറഞ്ഞത്? ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച് ആണ് ഹിമാലയത്തിലെ. എത്രയാണ് ഹൈറ്റ്? ആവറേജ് ഹൈറ്റ് 6000 മീറ്റർ ആണ്. ബാക്ക് ബോൺ ഓഫ് ഹിമാലയ ആണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്തു നോക്കൂ ട്ടോ, എഴുതി വെച്ചത്. അപ്പോ ഇത്രയും കാര്യങ്ങള് ഹിമാദ്രിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഹിമാദ്രി എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് മേജർ റിവേഴ്സ്, അതായത് ഒരുപാട് റിവേഴ്സ്, പ്രധാനപ്പെട്ട നദികളുടെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് ഹിമാദ്രി എന്നാണ്. അതായത് ഗ്ലേഷ്യേഴ്സ് ഒക്കെ ഉണ്ട്. നമുക്കറിയാം ഗംഗ, യമുന ഒക്കെ ഹിമാദ്രി നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതായത് ഗ്ലേഷ്യർ, ഗ്രേറ്റർ ഹിമാലയത്തിലെ ഗംഗോത്രി, യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് ഗംഗ, യമുനക്ക് ഉത്ഭവിക്കുന്നത്. പിന്നെ അതില് ഹിമാദ്രിയിലുള്ള ഒരു പാസ് ആണ്, അതായത് ചുരമാണ് സോജില പാസ്. ഈ സോജില ചുരം ഏതുമായിട്ട് ബന്ധിപ്പിക്കുന്നതാ? ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില പാസ്. ഹിമാദ്രിയിലാണ്. നമ്മൾ മുൻപ് ചുരങ്ങൾ ഒന്ന് പരാമർശിച്ചപ്പോൾ പറഞ്ഞതാണ് സോജില എന്ന് പറയുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില. ഇനി നമ്മൾ പറഞ്ഞു, അതായത് ഹിമാദ്രിന്റെ അതായത് ഹിമാദ്രിന്റെ അകം നിർമ്മിച്ചിരിക്കുന്ന കോർ നിർമ്മിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ശിലകൾ കൊണ്ടാണ്. ഇനി ഹിമാദ്രിയിലാണ് നമ്മുടെ മൗണ്ട് എവറസ്റ്റ് ഉള്ളത്. മൗണ്ട് എവറസ്റ്റിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 8848.86 മീറ്റർ ആണ്. മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്. നേപ്പാളില് മൗണ്ട് എവറസ്റ്റിനെ എന്താ പറയുന്നത്? സാഗർമാത ആണ് പറയുന്നത്. നേപ്പാളില് മൗണ്ട് എവറസ്റ്റിന്റെ പേരെന്താണ്? സാഗർമാത. ടിബറ്റിലോ? ചോമോലങ്മ. ടിബറ്റിൽ എന്താണ് മൗണ്ട് എവറസ്റ്റിന്റെ പേര്? ചോമോലങ്മ. ഇനി സാഗർമതി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്കൊരു ചോദ്യമാണ്, എന്താണ് സാഗർമതി? അറിയുന്നവര് ഒന്ന് പറയുക. ഓക്കെ അല്ലേ? അപ്പൊ സാഗർമതി എന്താന്ന് നിങ്ങൾ പറയണം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? മൗണ്ട് എവറസ്റ്റിന് 8848.86 മീറ്റർ ആണ് ഉയരം. നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പീക്ക് 15 എന്ന് പറയുന്നത് എന്തിന്റെ പേരാണ്? മൗണ്ട് എവറസ്റ്റിന്റെ പേരാണ്. പിന്നെ സാഗർമാത നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടും. ചോമോലങ്മയാണ് ടിബറ്റില്. ടിബറ്റിൽ ചോമോലങ്മ എന്ന് പറയും. ഇനി ഒരു ചോദ്യം ഞാൻ ചോദിച്ചത് എന്താണ് സാഗർമതി എന്ന് പറയുന്നത്?
അത് നിങ്ങൾക്കുള്ള ഒരു വർക്കാണ് കേട്ടോ. എന്താണ് സാഗർമതി കണ്ടുപിടിക്കുക. ഇനി ഹിമാദ്രിയില് ഒരുപാട് കൊടുമുടികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കൊടുമുടികൾ പറയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗയാണ്. അതായത് 5 പർവ്വതങ്ങളുടെ സംഗമം എന്ന് പറഞ്ഞ കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ ഈസ് ദ ഹയസ്റ്റ് പീക്ക് കംപ്ലീറ്റ്ലി ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ചൻജംഗ, അതായത് തർക്കരഹിത ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന. അങ്ങനെ പറയാൻ കാരണം നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത് ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറത്തിലെ മൗണ്ട് K2 ആണ്, അഥവാ ഗോഡ്ബിനോസിയാണ്. പക്ഷേ അത് ഗിൽജിത് ബൽത്തിസ്ഥാനിലാണ്, പാക് അധിനിവേശ കാശ്മീരിലാണ്. പക്ഷേ നമ്മുടെ കാഞ്ചൻജംഗ സിക്കിമിലാണ്, അത് ഇന്ത്യയിലാണ്, തർക്കരഹിത പ്രദേശത്താണ്. അതുകൊണ്ടാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടിയായിട്ട് കാഞ്ചൻജംഗയെ പറയുന്നത്. 5 പർവ്വതങ്ങളുടെ സംഗമമാണ് കാഞ്ചൻജംഗ. അതിന്റെ ഹൈറ്റ് 8598, അതായത് 8598 മീറ്റർ എന്നും 8586 മീറ്റർ എന്നും കാണുന്നുണ്ട്. അപ്പൊ അത് രണ്ടും നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി അടുത്തത് നേപ്പാളില് മക്കളു എന്ന് പറഞ്ഞിട്ട് ഒരു കൊടുമുടി ഉണ്ട്. അതുപോലെ തന്നെ നേപ്പാളില് ധൗലഗിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊടുമുടി ഉണ്ട്. ഇത് രണ്ടും ഹിമാദ്രി തന്നെയാണ്, നേപ്പാളിലാണ് ഉള്ളത്. ഹിമാദ്രി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നേപ്പാളിൽ കൂടെ പോകുന്നുണ്ട്. അത് അവിടെയുള്ള 2 കൊടുമുടികളാണ് മക്കളു അതുപോലെ ധൗലഗിരി. ഇനി നേപ്പാളിലുള്ള മറ്റൊരു കൊടുമുടിയാണ് അന്നപൂർണ. ഏറ്റവും ഡെഡ്ലിയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് അന്നപൂർണ. ഈ അന്നപൂർണയില് നമ്മൾ പർവ്വതാരോഹണം നടത്തുമ്പോൾ ഭയങ്കര റിസ്ക് ആണ്. കുറെ മരണങ്ങളൊക്കെ, മഞ്ഞുവീഴ്ച കാരണം മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അന്നപൂർണയെ ഡെഡ്ലിയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളില്. അതിന്റെ ഹൈറ്റ് എത്രയാണ്? 8078 മീറ്റർ. ഇനി പിന്നെ ഉള്ളത് ഏതാണ്? നംഗപർവ്വത്. നംഗപർവ്വത് എന്ന് പറഞ്ഞാൽ പാക് അധിനിവേശ കാശ്മീരിലാണുള്ളത്. നമ്മുടെ സിന്ധു നദി പാകിസ്ഥാനിലേക്ക് കടക്കുന്നത് ഈ നംഗപർവ്വതിനെ ചുറ്റിയിട്ടാണ്. അത് ഓർത്ത് വെക്കുക. നംഗപർവ്വതിന്റെ ഹൈറ്റ് 8186 മീറ്റർ ആണ്. നംഗപർവ്വതിനെ ചുറ്റിയിട്ടാണ് സിന്ധു നദി എന്ത് ചെയ്യുന്നത്? പാകിസ്ഥാനിലേക്ക് കടക്കുന്നത്. ഈ നംഗപർവ്വതിനെ ദയാമീർ എന്നാണ് പറയുന്നത്. കാരണം പർവ്വതങ്ങളുടെ രാജാവ് എന്നാണ് ദയാമീർ എന്നതിന്റെ അർത്ഥം. നംഗപർവ്വതിനെ ദയാമീർ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഈ നമ്മുടെ ലോകത്തിലെ തന്നെ 3ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ എന്ന് പറയുന്നത്. 5 അതായത് ഞാൻ 5 പർവ്വതങ്ങളുടെ എന്ന് പറഞ്ഞു, അങ്ങനെയല്ല, 5 ട്രഷേഴ്സ് ഓഫ് സ്നോ എന്നാണ്. അതായത് മഞ്ഞിന്റെ 5 നിധികൾ എന്നാണ് കാഞ്ചൻജംഗയെ പറയുന്നത് കേട്ടോ. കാഞ്ചൻജംഗ എന്ന് പറഞ്ഞാൽ മഞ്ഞിന്റെ 5 നിധികൾ എന്നാണ് കേട്ടോ അർത്ഥം. അത് മാറിപ്പോയതാണ്, അതൊന്ന് നോട്ട് ചെയ്യാം. ഇനി നന്ദാദേവിയാണ് പൂർണ്ണമായിട്ടും ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറഞ്ഞ കാഞ്ചൻജംഗ എന്നാണ്. സെക്കൻഡ് ആരാണ്? നന്ദാദേവിയാണ്. നന്ദാദേവി എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലാണ്. ഏത് സംസ്ഥാനത്താണ് നന്ദാദേവി? ഉത്തരാഖണ്ഡിലാണ്. എത്രയാണ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്? 7817 മീറ്റർ. എത്രയാണ്? 7817 മീറ്റർ. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഞാൻ ഇതിന് റിപ്പീറ്റ് ചെയ്ത് പറയണ്ടല്ലോ, നിങ്ങൾ ഒന്നുകൂടെ കേട്ടാ മതി കേട്ടോ. നമുക്ക് അടുത്ത റേഞ്ചിലേക്ക് പോകാം. അതായത് ഹിമാലയത്തിൽ ഹിമാദ്രിക്ക് ശേഷം ഹിമാലയത്തിന്റെ നടുവിലുള്ള റേഞ്ചാണ്. അതായത് ഹിമാദ്രിക്ക് സൗത്ത് ആയിട്ട് നമ്മൾ ലെസർ ഹിമാലയ എന്നൊക്കെ വിളിക്കുന്ന ഹിമാചൽ. ലെസർ ഹിമാലയ എന്ന് വിളിക്കുന്നത് എന്തിനാണ്? ഹിമാചലിനെയാണ്. സൗത്ത് ടു ഹിമാദ്രി. ഹിമാദ്രിക്ക് തെക്ക് ലെസർ ഹിമാലയ എന്ന് വിളിക്കും. ഗ്രേറ്റർ ഹിമാലയ അഥവാ ഇന്നർ ഹിമാലയ എന്ന് പറയുന്ന ഏതാണ്? നമ്മുടെ ഹിമാദ്രിയാണ്. എന്നാൽ ലെസർ ഹിമാലയ എന്ന് പറയുന്നത് ഹിമാചലാണ്. ഇനി ഹിമാദ്രിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3700 മുതൽ 4500 കിലോമീറ്റർ വരെ ലെങ്ത് ഉണ്ട്. വിഡ്ത് എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റർ ആണ്. ഇനി അതിൽ ഒരുപാട് പർവ്വതനിരകളുണ്ട്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പർവ്വതനിരകൾ ഞാൻ പറയാം. ഒന്നാമത്തേത് പീർ പാഞ്ചൽ. പീർ പാഞ്ചൽ എവിടെയാണ്? ജമ്മു കാശ്മീരിൽ. ജമ്മു കാശ്മീരിലാണ് പീർ പാഞ്ചൽ ഉള്ളത്. ഇനി സെക്കൻഡ് വൺ ധൗലധർ. ധൗലധർ ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശില്. ഇനി നാഗാടിബ്ബ. മൂന്നാമത്തേത് ഏതാണ്? നാഗാടിബ്ബ. നാഗാടിബ്ബ എവിടെയാണുള്ളത്? ഉത്തരാഖണ്ഡില്. പിന്നെ മഹാഭാരത് റേഞ്ച് എവിടെയാണുള്ളത്? നേപ്പാളില്. എവിടെയാണുള്ളത്? നേപ്പാളില്. അതിലൊക്കെ പ്രശസ്തമായിട്ടുള്ള ഓരോ വാലീസ് ഉണ്ട്. അതുപോലെ സുഖവാസ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പീർപ്പാഞ്ചലിലാണ് കാശ്മീർ ഉള്ളത്. ധൗലധറിലാണ് കുളു, ഷിംല ഒക്കെ ഉള്ളത് ധൗലധറിലാണ്. അതുപോലെ നാഗാടിബ്ബയിലാണ് മുസൗരി. മഹാഭാരതയിലാണ് കാഠ്മണ്ഡു. നേപ്പാളിലെ കാഠ്മണ്ഡു ഒക്കെ.
കാഠ്മണ്ഡു ഒക്കെ ഉള്ളത്. ഇനി ഹിമാചലില് വാലീസ് എന്ന് പറഞ്ഞ താഴ്വരകളുണ്ട്. താഴ്വരകൾ ഏതൊക്കെയാണുള്ളത്? കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തെ ഏത് താഴ്വരയുള്ളത്? കാശ്മീർ താഴ്വര. പിന്നെ കുളു കാംഗ്ര ഒക്കെ ഹിമാചൽ പ്രദേശിലാണ് ഉള്ളത്. അതുപോലെ ഹിമാചലിലാണ് ഹിൽ സ്റ്റേഷൻസ്, ഒരുപാട് ഹിൽ സ്റ്റേഷൻസ് ഉണ്ട്. ഷിംല, ധർമ്മശാല, ഇങ്ങനെ ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞ ആൻസർ ഉണ്ട്. അപ്പൊ ഇതൊന്ന് നോക്കാം. ഷിംല ധർമ്മശാലയിലാണ്. പിന്നെ മിസോറി, നൈനിറ്റാൾ, റാണിഗഡ്, കസോണി ഒക്കെ ഉത്തരാഖണ്ഡിലാണ്. ഗുൽമാർഗ്, സോനാമാർഗ് അതിപ്പോ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ഗുൽമാർഗും സോനാമാർഗും ഒക്കെ എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. പിന്നെ ഡാർജിലിംഗ് എവിടെയാണ്? വെസ്റ്റ് ബംഗാളില്. എവിടെയാണ് ഡാർജിലിംഗ്? വെസ്റ്റ് ബംഗാളില്. ഈ കാശ്മീർ താഴ്വരയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കാശ്മീർ ഹിമാലയ എന്ന റീജിയണൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. എന്നാലും ഒന്ന് ജസ്റ്റ് സൂചിപ്പിക്കാം. കാശ്മീർ താഴ്വര എങ്ങനെ ഉണ്ടാക്കുന്നത്? ജലനദി ആണ് കാശ്മീർ താഴ്വര നിർമ്മിക്കുന്നത്. എന്തിന്റെ ഇടയിലാണ്? ഏത് റേഞ്ചിന്റെ ഒക്കെ ഇടയിലാണ്? പീർപാഞ്ചലും, അതായത് ഹിമാചലിലെ പീർപാഞ്ചൽ റേഞ്ചിനും ഹിമാദ്രിക്കും ഇടയിലാണ് കാശ്മീർ താഴ്വര. അവിടെ കരേവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മണ്ണ് രൂപപ്പെട്ടിട്ടുണ്ട്. ആ മണ്ണ് കുങ്കുമ കൃഷിക്ക് ഭയങ്കരമായിട്ട് അനുയോജ്യമാണ്. പിന്നെ ശ്രീനഗർ പാസ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മള്. പിന്നെ മൂളാർ തടാകം, ദാൽ തടാകം ഒക്കെ നിങ്ങൾ ടൂറും. ഈ കുളു എന്ന് പറഞ്ഞ തടാക നദിയാണ്. സിന്ധുവിന്റെ തന്നെ പോഷക നദിയായിട്ടുള്ള ബിയാസ് ആണ് കുളു താഴ്വര ഉണ്ടാക്കിയിട്ടുള്ളത്. കുളു എന്ന് പറഞ്ഞാല് വാലി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ താഴ്വര, ദൈവങ്ങളുടെ താഴ്വര എന്നൊക്കെ പറയപ്പെടുന്നത് ഏതാണ്? കുളു ആണ്. പിന്നെ അതുപോലെ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്, മണികരൻ ഗേച്ചർ ഒക്കെ എവിടെയാണുള്ളത്? കുളു താഴ്വരയിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഹിൽ സ്റ്റേഷൻസ് നോക്കുക. ഹിൽ സ്റ്റേഷൻസ് 4-5 പറഞ്ഞിട്ടുണ്ട്. പ്രദേശങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് ഏത് സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേരുംപടി ചേർക്കാൻ വരും. അതായത് ഷിംല, ധർമ്മശാല എവിടെയാണ്? ഹിമാചൽ പ്രദേശില്. മുസോറി, നൈനിറ്റാള്, റാണിഗഡ്, കസോണി ഒക്കെ എവിടെയാണ്? ഉത്തരാഖണ്ഡില്. ഗുൽമാർഗ്, സോൻമാർഗ് ഒക്കെ എവിടെയാണ്? ജമ്മു കാശ്മീരില്. പിന്നെ ഡാർജിലിംഗ് എവിടെയാണുള്ളത്? വെസ്റ്റ് ബംഗാളില്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. നമ്മൾ അവസാനമായിട്ട് ഹിമാലയത്തിലെ ഏറ്റവും സൗത്തുള്ള സദേൺ മോസ്റ്റ് റേഞ്ച് ആയിട്ടുള്ള അവസാനത്തെ പുറത്ത് കൊടുക്കണ ഇന്നർ എന്ന് പറയുന്നത് ഏതാണ്? ഗ്രേറ്റർ ഹിമാലയ അഥവാ ഹിമാദ്രി. അപ്പൊ പുറത്തുള്ള ഏറ്റവും ലാസ്റ്റിൽ എന്തായിരിക്കും? ഔട്ടർ ഹിമാലയ. ഏറ്റവും ലാസ്റ്റ് ഉള്ളത് ഔട്ടർ ഹിമാലയ ആണ്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആവറേജ് ഹൈറ്റ് എന്നൊക്കെ പറയുന്നത് എത്രയാണ്? 900 മുതൽ 1100 മീറ്റർ ആണ്. SCERT അത് 1220 മീറ്റർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡ്യൂൺസ് കാണപ്പെടുന്നുണ്ട്. ഈ ഡ്യൂൺസ് എന്ന് പറഞ്ഞാല് ലെസർ ഹിമാലയത്തിനും, അതായത് നമ്മുടെ ഹിമാചലിനും ശിവാലിക്കിനും ഇടയിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് കാണപ്പെടുന്ന, ഈ താഴ്വരങ്ങളിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് കാണപ്പെടുന്ന താഴ്വരകളാണ് ഈ ഡ്യൂൺസ് എന്ന് പറയുന്നത്. ഈ ഡ്യൂൺസിന്റെ സാന്നിധ്യം ശിവാലിക്കിൽ കൂടുതലായിട്ടാണ്. ചുറ്റിലെ ഡെറാഡൂൺ എന്ന് പറയുന്നത്, ഡെറാഡൂൺ നമ്മുടെ ഫോറസ്റ്റ് റിസർച്ച് ഒക്കെ, എനിക്ക് തോന്നുന്നു ഫോറസ്റ്റ് റിസർച്ചിന്റെ ആസ്ഥാനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് റിസർച്ച് ഡെറാഡൂൺ ആണെന്ന് തോന്നുന്നു. പിന്നെ ഡെറാഡൂൺ നമ്മളിപ്പോ യുദ്ധങ്ങളിലും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിലും നമ്മൾ ഡെറാഡൂൺ എന്ന് പറയും. ഈ ഡെറാഡൂൺ എന്ന് പറയുന്നത് ശരിക്കും ശിവാലിക്കിൻ റേഞ്ചിലുള്ളതാണ് ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിലാണ് ഡെറാഡൂൺ ഉള്ളത്. ഏറ്റവും നീളത്തിലുള്ള ലാർജസ്റ്റ് ഡ്യൂൺ എന്ന് പറയുന്നത് ഡെറാഡൂൺ ആണ്. ലെങ്ത് 35 മുതൽ 45 കിലോമീറ്റർ വരെയും വിഡ്ത് 22 മുതൽ 25 കിലോമീറ്റർ വരെയൊക്കെ അത്രയും വലിയ ഡ്യൂൺ ആണ്. ഇത്രയും നീളത്തിലും വീതിയിലുള്ള ഡ്യൂൺ ആണ് ഡെറാഡൂൺ. അല്ലാതെ ഒരുപാട് ഡ്യൂൺസ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൽക്ക ഡ്യൂണ്, പിന്നെ കൽക്ക ഡ്യൂൺ എവിടെയാണ്? ചണ്ഡീഗഡില്. പിന്നെ നാലഗഹ് ഡ്യൂൺ എന്ന് പറയുന്നത്, പിന്നെ ഹരിക്കെ ഡ്യൂൺ ഉണ്ട്, കൊട്ടി ഡ്യൂൺ ഉണ്ട്, പാഡ്ലി ഡ്യൂൺ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡ്യൂൺ ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഡെറാഡൂൺ ആണ്. അത് നോക്കി വെക്കാം. പിന്നെ ഇവിടെ ടെറസ് കൾട്ടിവേഷൻ ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്, തട്ട് കൃഷിയാണ്. പിന്നെ കൂടുതലായിട്ടും ഈ ഹിമാലയത്തിൽ തന്നെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള റേഞ്ച് ആണ് ശിവാലിക് എന്ന് പറയുന്നത്. പിന്നെ കൂടുതലായിട്ടും ഡ്യൂൺസും അങ്ങനെയൊക്കെ ഉണ്ടായത് തന്നെ കൂടുതലായിട്ട് ഭൂകമ്പം സാധ്യതയുള്ള പ്രദേശങ്ങളാണ് ശിവാലിക്കിലുള്ളത്. മോസ്റ്റ് എർത്തിക്വക്ക് പ്രോൺ ഏരിയ എന്ന് പറയുന്നത് ശിവാലിക് ആണ്. ഒരു തുടർച്ചയില്ലാത്ത നിരകളാണ് ശിവാലിക്കിലുള്ളത്. ശിവാലിക്കിനെ എന്തൊക്കെ പറഞ്ഞത്? ഔട്ടർ ഹിമാലയ ആണെന്ന് പറഞ്ഞു. അതിന്റെ ഹൈറ്റ്
ഹൈറ്റ് ആണോ ലെങ്ത് ആണോ എനിക്കറിയില്ല, ഞാൻ കറക്റ്റ് ആയിട്ട് പറയാം. ഹൈറ്റ് ആണെന്ന് തോന്നുന്നു. 900 മുതൽ 1100 മീറ്റർ വരെ. SCRT അത് 220 മീറ്റർ ആണ്. അപ്പൊ അവറേജ് ഹൈറ്റ് ആണ് 1220 മീറ്റർ എന്ന് പറയുന്നത്. ഇനി ഡ്യൂൺസ് ഉണ്ട്, അതിൽ ഏറ്റവും വലുതും ഏറ്റവും നീളം കൂടിയതും എന്നൊക്കെ പറയുന്നത് ഏതാണ്? ഡെറാഡൂൺ ആണ്. പിന്നെ ടെറസ് കൾട്ടിവേഷൻ ഓർക്കണം. പിന്നെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള റേഞ്ച് ഏതാന്ന് ചോദിച്ചാൽ പറയണം ശിവാലിക് ആണ്. പിന്നെ എർത്തിക്വക്കിന് കൂടുതലായിട്ട് സാധ്യതയുള്ള പ്രദേശമാണ്. അപ്പൊ ഇത്രയും ഹിമാലയൻ റേഞ്ചിനെ കുറിച്ച് പറഞ്ഞു. ഇനി അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളതാണ് നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിൽ മൗണ്ടെയിൻസ് സ്ഥിതി ചെയ്യുന്നതിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനിൽ നമ്മളിപ്പോൾ 2 കംപ്ലീറ്റ് ചെയ്തു. ട്രാൻസ് ഹിമാലയ നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹിമാലയ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി അവസാനമായിട്ടുള്ള അതാണ് പൂർവാചൽ അഥവാ ഈസ്റ്റേൺ ഹിൽസ് എന്ന് പറയുന്നത്. പൂർവാചൽ അഥവാ ഈസ്റ്റേൺ ഹിൽസ്. ഇനി നമ്മൾ ഇത് നോർത്ത് ടു സൗത്ത് അലൈൻമെന്റിലാണ് ഈ പൂർവാചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ് ഉള്ളത്. അരുണാചൽ പ്രദേശിൽ കാണപ്പെടുന്ന ഹിൽ ഏതാണ്? പട്കായ്-ബൂം. നാഗാലാൻഡിലെ നാഗ ഹിൽസ്. പിന്നെ മീസോ അഥവാ ലൂഷ ഹിൽസ് എവിടെയാണ് കാണപ്പെടുന്നത്? മിസോറാമിലാണ്. ഗാരോ ഖാസി ജയന്തിയ ഹിൽസ് എവിടെയാണ്? മേഘാലയയിലാണ്. ഇവിടെയുള്ള ഇത്ര കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയാലോ, ഒരു ഓളത്തിലാണ് പറഞ്ഞു പോയാൽ മതി. പെട്ടെന്ന് ഇങ്ങനെ 1-2 പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് കിട്ടും. പട്കായ്-ബൂം എവിടെയാണ്? അരുണാചൽ പ്രദേശ്. നാഗ ഹിൽസ് എവിടെയാണ്? നാഗാലാൻഡ്. മീസോ അഥവാ ലൂഷ ഹിൽസ് എവിടെയാണ്? മിസോറാം. ഖാസി ഗാരോ ജയന്തിയ ഹിൽസ് മേഘാലയ. പിന്നെ നമ്മൾ ഇവിടുത്തെ ഹിൽസ് ഒക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? സാൻഡ്സ്റ്റോൺ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ള ഹില്ലാണ് പൂർവാചലിലെ. പൂർവാചലിലെ ഓരോ കുന്നുകൾ തന്നെയാണ് പറയുന്നത്. നാഗ കുന്ന്, മീസോ കുന്ന് ഹിൽസ് എന്ന് പറയുന്നതെല്ലാം സാൻഡ്സ്റ്റോൺ അഥവാ സെഡിമെന്ററി റോക്ക് കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ സാൻഡ്സ്റ്റോൺ കേവ്, വേൾഡ്സ് ലോങ്സ്റ്റ് സാൻഡ്സ്റ്റോൺ കേവ് ലോകത്തിലെ തന്നെ ക്രേംപുരിയാണ്. ഇനി ഇന്ത്യയിലെ തന്നെ നീളത്തിലുള്ള ഏറ്റവും നീളം കൂടിയ കേവ് എന്ന് പറയുന്നത് ക്രേം ലിയാറ്റ് പ്ര ആണ്. അതായത് മേഘാലയയിൽ തന്നെ ക്രേം ലിയാറ്റ് പ്ര ആണ് നമ്മുടെ ലാർജസ്റ്റ് കേവ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള കേവാണ് ക്രേം ലിയാറ്റ്. എവിടെയാണ്? മേഘാലയയിലാണ്. എവിടെയാണ്? മേഘാലയയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ സാൻഡ്സ്റ്റോൺ കേവാണ് ക്രേംപുരി. എവിടെയാണ്? മേഘാലയയിൽ. അതിന് എത്ര കിലോമീറ്റർ നീളമുണ്ട്? 24 കിലോമീറ്റർ നീളമുണ്ട്. ഇനി ഈ റീജിയണിൽ ഹെവി റെയിൻഫാൾ ആയിരിക്കും, നല്ല മഴയും കിട്ടും. അവിടെ നല്ല മഴ കിട്ടുന്നതുകൊണ്ട് തന്നെ സസ്യജാലങ്ങൾ, വൈവിധ്യമായിട്ടുള്ള സസ്യജാലങ്ങൾ ഉണ്ടാകും. റിച്ച് ഇൻ ഫ്ലോറ ആൻഡ് ഫോണ എന്നാണ് പറയാ. വൈവിധ്യമായുള്ള സസ്യജാലങ്ങൾ ഉണ്ടായിരിക്കും. ഇനി നമുക്കറിയാം കൂടുതൽ മഴ ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ, അത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ചിറാപുഞ്ചിയിലാണ്. മൗസിൻഡ്രം ചിറാപുഞ്ചി. മേഘാലയയിലെ മൗസിൻഡ്രം ചിറാപുഞ്ചി ഒക്കെ ഏത് ഹില്ലിലാണുള്ളത്? ഖാസി ഹിൽസിലെ മൗസിൻഡ്രം ചിറാപുഞ്ചിയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഹയസ്റ്റ് റെയിൻഫോൾ നമുക്കറിയാം. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് എവിടെയാണ്? മൗസിൻഡ്രം അഥവാ ചിറാപുഞ്ചി. അത് ഏത് ഹില്ലിലാണുള്ളത്? ഖാസി ഹിൽസിലാണ്. മേഘാലയയിലെ ഖാസി ഹില്ലിലാണ് ഈ മൗസിൻഡ്രം ഉള്ളത്. ഇനി അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട തടാകം എന്ന് പറയുന്നത് ലോക്തക് തടാകമാണ്. പ്രധാനപ്പെട്ടുള്ള ഒരു ഫ്രഷ് വാട്ടർ, അതായത് ശുദ്ധജല തടാകമാണ് ലോക്തക് എന്ന് പറയുന്നത്. ഫ്രഷ് വാട്ടർ ലേക്ക് ആണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ശുദ്ധജല തടാകമാണ് ലോക്തക് ലേക്ക്. ഇനി മിസോറാം എന്ന് പറയുന്നത് ഒരു മൊളാസസ് ബേസിൻ ആണ്. മിസോറാം എന്ന് പറയുന്നത് ഒരു മൊളാസസ് ബേസിൻ ആണ്. മെയ്ഡ് ഓഫ് സോഫ്റ്റ് കൺസോളിഡേറ്റഡ് ഡിപ്പോസിറ്റ്സ്. അതായത് മിസോറാമിൽ ഒരു ബേസിൻ ഉണ്ട്, അതിനെ കുറിച്ചാണ് പറയുന്നത്. അതും ഈ പൂർവാചലിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അത് ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പം മിസോറാം എന്ന് പറയുന്നത് മൊളാസസ് ബേസിൻ ആണ്. പിന്നെ മേജർ ലേക്ക്, അത് പ്രധാനപ്പെട്ട തടാകം തടാകമാണ് ലോക്തക് തടാകം. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രം ചിറാപുഞ്ചി എവിടെയാണുള്ളത്? ഖാസി ഹിൽസിൽ, അവിടെ മേഘാലയയില്. പിന്നെ ലാർജസ്റ്റ് കേവ്, ഇന്ത്യത്തെ ലാർജസ്റ്റ് കേവ് എന്ന് പറയുന്നത് ക്രേം ലിയാറ്റ് സാൻഡ്സ്റ്റോൺ കേവ് ക്രേംപുരിയാണ് മേഘാലയയിലെ. പിന്നെ നമ്മൾ പൂർവാചലിൽ എന്തൊക്കെയാ പറഞ്ഞത്? പൂർവാചലില് നമ്മൾ പറഞ്ഞു നമ്മുടെ ഈസ്റ്റേൺ ബൗണ്ടറി എന്ന് പറഞ്ഞാല് ഹിമാലയത്തിന്റെ തന്നെ ഈസ്റ്റേൺ ബൗണ്ടറി ആണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. അപ്പോ
ഈ ഹിമാലയ എന്ത് ചെയ്യുന്നുണ്ട്, ദിഹാങ് ഗോർജ് ഉണ്ട്. ഈ ദിഹാങ് ഗോർജില് ഷാർപ്പായിട്ട് ബെൻഡ് ചെയ്തിട്ട് ഒരു നോർത്ത് ടു സൗത്ത് എന്ത് ചെയ്യും, ഒരു ഈസ്റ്റേൺ ബൗണ്ടറി വരെ വ്യാപിച്ചു കിടക്കാണ്. അതായത് ഒന്ന് ബെൻഡ് ചെയ്തിട്ട്, നമ്മൾ പറഞ്ഞു നോർത്ത് നിന്ന് സൗത്ത് അലൈൻമെന്റ് ആണ് പൂർവാചലിന്റെ. ഹിമാലയം ദിഹാങ് ഗോർജിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഷാർപ്പായിട്ട് ബെൻഡ് ചെയ്യുന്നുണ്ട് സൗത്തിലേക്ക്. അപ്പൊ നമുക്കറിയാം നമ്മുടെ നാഗാലാൻഡ് അതുപോലെ മിസോറം, അത് ശരിക്കും മാപ്പ് വെച്ചിട്ട് ഇത് പറയണം, പക്ഷെ മാപ്പ് ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ റീസൺ. നമുക്ക് ഒരു ദിവസം മാപ്പ് വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ റിവിഷൻ ആയിട്ട് പറയാം കേട്ടോ. അപ്പൊ ഈ ദിഹാങ് ഗോർജ് ഉണ്ടല്ലോ, ഈ ദിഹാങ് ഗോർജിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഹിമാലയ ബെൻഡ് ചെയ്തിട്ട് സൗത്തേക്ക് ബെൻഡ് ചെയ്യുന്നുണ്ട്, ഈസ്റ്റേൺ, എന്നിട്ട് പിന്നെ ഈസ്റ്റേൺ പോയിന്റിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് പോവാണ്. അത് ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു സാൻഡ്സ്റ്റോൺ കേവ്സും സെഡിമെന്ററി റോക്ക് കൊണ്ടൊക്കെയാണ് പൂർവാചലിൽ ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു. പിന്നെ അതിലെ ഹിൽസ് ഏതൊക്കെയാ പറഞ്ഞത്, പട്കായ് ഭൂമ, നാഗ ഹിൽസ്, മീസോ അഥവാ ലൂഷ ഹിൽസ്, ഖാസി കാരോ ജൈന്തിയ ഹിൽസ്, ഇതൊക്കെ പൂർവാചലിന്റെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മള് ജൂം കൾട്ടിവേഷൻ ഒക്കെ ഈസ്റ്റേൺ ഹിൽസിലാണ് ഉള്ളത്. അത് നമ്മുടെ റീജിയണൽ ക്ലാസിഫിക്കേഷനിലും ഈസ്റ്റേൺ ഹിൽസ് വരുന്നുണ്ട്, അവിടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാ പറഞ്ഞത്, ഹിമാലയത്തെ കുറിച്ച് പറഞ്ഞു. ഹിമാലയത്തിൽ തന്നെ 3 നിരകളുണ്ട്, പാരലൽ ആയിട്ടുള്ള 3 റേഞ്ചസിനെ കുറിച്ച് പറഞ്ഞു. ഹിമാദ്രി, ഗ്രേറ്റർ ഹിമാലയ, ദെൻ ഹിമാചൽ, ദെൻ ശിവാലിക്, ഔട്ടർ ഹിമാലയ. പിന്നെ അതിനുശേഷം നമ്മുടെ മൂന്നാമത്തെ റേഞ്ച് ആയിട്ടുള്ള നമ്മള് നോർത്തേൺ മൗണ്ടൻ റേഞ്ചിനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ 3 വിഭാഗമായിട്ടുണ്ട്. അതിൽ മൂന്നാമത്തേതാണ് പൂർവാഞ്ചൽ. പൂർവാഞ്ചലിനെ കുറിച്ച് പറഞ്ഞു. ഇതിന് മുൻപത്തെ ക്ലാസ്സിൽ ട്രാൻസ് ഹിമാലയൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഏകദേശങ്ങളില് അതിന്റെ സ്ഥിതി ചെയ്യണം അതിനായിട്ട് ക്ലാസ്സിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ്. ഏതൊക്കെയാണ് ട്രാൻസ് ഹിമാലയ, ഹിമാലയ, പൂർവാഞ്ചൽ അഥവാ ഈസ്റ്റേൺ ഹിൽസ്. ഇത് 3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നദികൾ ക്രോസ് ചെയ്യുന്നതിന്റെ ബേസിൽ, ഹിമാലയത്തിലെ നദികൾ ക്രോസ് ചെയ്യുന്നതിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനും പിന്നെ റീജിയണൽ ക്ലാസിഫിക്കേഷൻ ആണ്. അത് ഒരു ചെറിയ ക്ലാസ്സോട് കൂടി അതും തീരും. അപ്പൊ ഏകദേശം നമ്മുടെ SCERT കവർ ചെയ്തിട്ടും NCERT ഒക്കെ കൂടെ കവർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൗണ്ട് എവറസ്റ്റിന്റെ കാര്യം മറക്കരുത്. പിന്നെ ഞാൻ കുറച്ച് അഡീഷണൽ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്, ഫോൾഡ് മൗണ്ടെയിൻ ഒക്കെ, അതൊക്കെ നോട്ട് ചെയ്യാം. അപ്പൊ ഓക്കെ, താങ്ക് യു.